ജോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാനും അബ്രഹാം പിതാവിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ധ്യാനിക്കാനും നമുക്ക് ഏവർക്കും കഴിയും. എന്നാൽ ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത് വളരെ ശ്രമകരമായ ഒന്നാണ്. ജീവിതം തന്നെ പ്രാർത്ഥനയാക്കിയവരെ പറ്റിയാണ് മഴവില്ല് തീർക്കുന്നവർ എന്ന ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എത്രയേറെ കാർമേഘവും പേമാരിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു മഴവില്ല് ദൃശ്യമാവുക. വേറൊരു തരത്തിൽ പറഞ്ഞാൽ വളരെ മനോഹരമായൊരു മഴവില്ല് അതിനുശേഷമുള്ള ഒരു കാർമേഘത്തെ മറക്കുവാൻ ഇടയാക്കുന്നു. ശരിയല്ലേ? നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കാർമേഘവും പേമാരിയുമെല്ലാം ഈ മഴവില്ല് തീർക്കുന്നവരിലൂടെ ഒരു പുതിയ പ്രത്യാശയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഫാദർ മുള്ളേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഡോക്ടർ മഡോണ ജോസഫാണ്. മാഡത്തിനെ ഈ പരിപാടിയിലേക്ക് സ്നേഹപുരസ്സരം സ്വാഗതം. നമസ്കാരം മാഡം. നമസ്കാരം. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാഡം എന്താണ് മാഡത്തെ പറ്റി കുറച്ച് കൂടുതലായി പരിചയപ്പെടുത്താമോ? രജിത പറഞ്ഞതുപോലെ എനിക്ക് ബൈബിൾ ഇഷ്ടപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് എബ്രഹാമും ജോബും. അബ്രഹാമിനെ പോലത്തുള്ള വിശ്വാസവും ജോബിനെ പോലുള്ള സഹനശക്തിയും എല്ലാം ജീവിതത്തിൽ അനുഭവിച്ചത് കൊണ്ട് കൂടുതൽ ജോബിനെ പോലെ എത്തിയില്ലെങ്കിലും എനിക്ക് കുറച്ചുകൂടെ പ്രാർത്ഥനാ ജീവിതത്തിലും അതിൻ്റെ ഇമ്പോർട്ടൻസിലും എൻ്റെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്ന ആ സഹനങ്ങളെ ഏറ്റെടുത്ത് ജീവിതത്തിൽ ദൈവത്തിന് സാക്ഷിയായി ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു ദൗത്യം ഇനിയുള്ള ജീവിതകാലം ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ജീവിക്കുകയാണ്. ഇപ്പോൾ മാഡം വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഫാദർ മുള്ളേഴ്സിൽ പ്രൊഫസറായിട്ട് 32 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി 1 വർഷം കൂടെ ഉണ്ട് റിട്ടയർ ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ. താമസം അല്ലാതെ വീടും മാഡത്തെ പറ്റി ഒന്ന് പറയാമോ? മാഡത്തിൻ്റെ? ഞാൻ മംഗലാപുരത്ത്, ഭർത്താവ് മരിച്ചുപോയി 7 വർഷമായി. മക്കൾ 2 പേരുണ്ട്. മോള് ഫാദർ മുള്ളേഴ്സിൽ തന്നെ MS ഓർത്തോ സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. മോൻ സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞ് ഇപ്പോൾ കാനഡയിൽ പ്രോജക്റ്റ് മാനേജറായിട്ട് പഠിക്കുകയും ചെയ്യുന്നു, പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നു. എങ്ങനെയായിരുന്നു മാഡം ബാല്യവും? മാഡത്തിൻ്റെ ബാല്യം എനിക്ക് 12 വയസ്സുള്ളപ്പം തന്നെ ഓർമ്മ വെച്ച കാലം മുതൽ നല്ല ജീവിതമായിരുന്നു. ഞങ്ങൾ ബംഗാളിലൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു 10-11 വയസ്സായപ്പോഴത്തേക്കും മമ്മിക്ക് ക്യാൻസറായി. 7 സഹോദരങ്ങൾ, ഞാൻ ഉൾപ്പെടെ. പപ്പ നല്ല റിച്ച് വെൽ ടു ഡു ഫാമിലി ആയിരുന്നു. പക്ഷെ മമ്മിക്ക് ക്യാൻസർ ആയതിനു ശേഷം പപ്പ ആകെപ്പാടെ തകർന്നു പോയി. 17 വയസ്സുള്ള മൂത്ത ചേച്ചി, 1.5 വയസ്സുള്ള ഏറ്റവും ഇളയ ബ്രദർ. പപ്പയും മമ്മിയും നല്ല ഐഡിയൽ കപ്പിൾസ് ആയിരുന്നു. ഞങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലത്തുള്ള കുണ്ടറയായിരുന്നു, കൊല്ലം കുണ്ടറ. അപ്പോൾ മമ്മി 1.5 വർഷം ട്രീറ്റ്മെൻറ്റ് പപ്പ സമ്പാദിച്ചതെല്ലാം മമ്മിക്ക് വേണ്ടി ചിലവഴിച്ചു. മമ്മി ഒരു ഫെബ്രുവരി 20-ാം തീയതി മരിച്ചുപോയി. അത് അപ്പോൾ എന്ത് പ്രായമായിരുന്നു മാഡത്തിനപ്പോൾ? എനിക്ക് 12 വയസ്സ്. 12 വയസ്സ്. മൂത്ത ചേച്ചിക്ക് 17 വയസ്സ്, ഏറ്റവും ഇളയ ബ്രദറിന് 1.5 വയസ്സ്. ഓക്കെ. അപ്പോൾ പപ്പ മാനസികമായിട്ട് തകർന്നു പോയി. പപ്പ സമ്പാദിച്ചതെല്ലാം തീർന്നു. 7 മക്കൾ. മമ്മി ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നുകൊണ്ട് പപ്പയും മാനസികമായിട്ട് തകർന്നു. പിന്നെ എൻ്റെ ഓർമ്മയിൽ എനിക്കറിയാവുന്നത് പപ്പ പിന്നെ അകത്ത് റൂമിൽ കിടന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. വലിയൊരു മുറ്റം ഉണ്ടായിരുന്നു, അവിടെ പോയി കട്ടിലിൽ കിടന്നുറങ്ങുമായിരുന്നു. കാലക്രമേണ പപ്പയും 4 മാസം തികയുന്നതിന് മുമ്പ് പപ്പയും മരിച്ചുപോയി. പിന്നെ ഈ മൂത്ത ചേച്ചി, 17 വയസ്സുള്ള ചേച്ചി, പഠിത്തമൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇളയ ബ്രദറിനെ സ്കൂളിൽ അയക്കുന്നവരെ ചേച്ചി പഠിക്കാൻ പോയില്ല. പിന്നെ പോയി റീജോയിൻ ചെയ്ത് പ്രീ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ അതുപോലെ മമ്മിയുടെ ഏറ്റവും ഇളയ ബ്രദർ വീട്ടിൽ നിന്ന് പഠിച്ചതുകൊണ്ടായിരിക്കാം മമ്മി മരിക്കുമ്പം ബ്രദറിനെ വിളിച്ച് ഏൽപ്പിച്ചു. മമ്മി ഭയങ്കര പ്രാർത്ഥനാ ജീവിതത്തിൽ നൊവനായുടെ ആൾക്കാരായിരുന്നു. മമ്മിയും പപ്പയും ഭയങ്കര പ്രാർത്ഥന. വീട്ടിൽ രാവിലെ എഴുച്ചാൽ പ്രാർത്ഥിക്കുക, അതിരാവിലെ തിരുസന്നിധി അണയുന്നുള്ള പാട്ടുപാടി ഞങ്ങളുടെ വീട് എല്ലാവരെയും ഉണർത്തും. പിന്നെ അതുപോലെ രാത്രിയായെങ്കിൽ ഈശോപുത്രനെ വാ എന്നുള്ള പാട്ടുപാടി മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം, ഉറങ്ങരുത് എന്നുള്ള കർക്കശമായ ഇതൊക്കെയായിരുന്നു വിശ്വാസത്തിൽ വളർന്ന ഓരോ മമ്മിയും പപ്പയും. ഇപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ. മമ്മിയും പപ്പയൊക്കെ ഉറങ്ങുവാണെങ്കിൽ ബ്രദേഴ്സിനൊക്കെ ഇങ്ങനെ മെഴുതിരി ഒഴിക്കും മുട്ടുകുത്തിയിരുന്നില്ലെങ്കിൽ. അത്രയ്ക്കും ദൈവത്തെ ആശ്രയിക്കണം എന്നുള്ള ചിന്താബോധം ചെറിയ നാളിൽ മുതൽ തന്നിരുന്നു. മമ്മി അപ്പോഴും എന്തോ മമ്മിക്ക് അറിയാമായിരുന്നു മരിച്ചു പോകുമെന്നുള്ളത്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് 1.5 വർഷം കിടന്നെങ്കിലും മമ്മി ഈ ബ്രദറിനെ ഏൽപ്പിച്ചു. മമ്മിയുടെ ഏറ്റവും ഇളയ ബ്രദർ, ഞങ്ങളുടെ എല്ലാവരെയും മാമാജി എന്ന് വിളിക്കുന്ന മാമനെ ഏൽപ്പിച്ചു. ഞാൻ പോവുകയാണ്, ഞാൻ പോകുമ്പോൾ അളിയനെയും കൊണ്ടുപോകും. അപ്പം നീ എൻ്റെ മക്കളെ, അളിയൻ മീൻസ് എൻ്റെ പപ്പയെ, അപ്പോൾ എൻ്റെ മക്കളെ നീ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാമനിപ്പം മരിച്ചിട്ട് 7 വർഷം ആയില്ല.
6 വർഷം കഴിഞ്ഞു. മാമനും കല്യാണം കഴിക്കാതെ ഞങ്ങളെ നോക്കി. ഈ മൂത്ത ചേച്ചി ഞങ്ങളെ കല്യാണം കഴിക്കാതെ നോക്കി. മമ്മിയും പപ്പ എന്താണോ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് പ്രാർത്ഥനാ ജീവിതത്തിൽ, അത് ചേച്ചി ഒട്ടും കുറയ്ക്കാതെ നൊയമ്പും പ്രാർത്ഥനയും എല്ലാം കൊണ്ട് ജീവിക്കണം, പ്രാർത്ഥിച്ചാലേ നമുക്കൊരു ഫലം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള അങ്ങനെയായിരുന്നു. അപ്പോൾ ബാല്യത്തിലുള്ള ഒരു വിശ്വാസം വളർന്നു വന്നത്. പിന്നെ അതിനുശേഷമുള്ള വിദ്യാഭ്യാസവും ഒക്കെ എങ്ങനെയായിരുന്നു? അതിനുശേഷം എന്തുകൊണ്ടോ മാമൻ MA ലിറ്ററേച്ചറൊക്കെ ആയിരുന്നുകൊണ്ട് ഞങ്ങളെയൊക്കെ കഷ്ടപ്പെട്ട് സ്ട്രിക്റ്റായിട്ട് പഠിപ്പിക്കുമായിരുന്നു. എല്ലാവരെയും പഠിച്ചാലേ രക്ഷയുള്ളൂ. അങ്ങനെ മാമൻ എല്ലാവരെയും ഭയങ്കര കഷ്ടപ്പെട്ടു. മാമനും ട്യൂട്ടോറിയൽ കോളേജിൽ പോയി ക്ലാസ് എടുത്ത് ജോലിയൊന്നും ഇല്ലായിരുന്നു. മമ്മിയുടെ ഒരു അനിയത്തി ജർമ്മനിയിലുണ്ടായിരുന്നു. അപ്പം മമ്മിയുടെ അനിയത്തി കുറച്ച് സാമ്പത്തികമായിട്ട് മാമന് അയക്കുന്നത് പൈസ മാമൻ ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ മമ്മിയുടെ അനിയത്തി അറിയിച്ചില്ല മമ്മി ഇപ്പം മരിച്ചു പോയെന്നുള്ളതൊന്നും. തിരിച്ച് നാട്ടിൽ വന്നപ്പോഴാണ് അറിയിച്ചത്. അങ്ങനെ മാമൻ ഞങ്ങളെ ഒത്തിരിയും സ്ട്രിക്റ്റായിട്ട് ഭയങ്കര പോലീസ് സ്കൂളൊക്കെ ആയിരുന്നു. എന്നാലും അന്ന് നമുക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് മാമൻ ഇങ്ങനെ പോലീസ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. കാരണം 5 പെൺമക്കൾ നശിച്ചു പോകരുത്, നല്ല പേര് കിടക്കണം, പഠിക്കണം. അപ്പം പിന്നെ എന്തോ എനിക്ക് കൊച്ചുനാൾ മുതലേ ഇച്ചിരി കോമ്പറ്റേറ്റീവ് ആയിരുന്നു ഞാൻ, പഠിക്കണം. അപ്പം നല്ലപോലെ കോമ്പറ്റേറ്റീവ് പഠിച്ചതുകൊണ്ടായിരിക്കണം. പിന്നെ നൊവേന മുടക്കത്തില്ല, പ്രാർത്ഥന മുടക്കത്തില്ല. ഞങ്ങൾക്ക് പള്ളിയിൽ കുണ്ട്രയിലായിരുന്നപ്പോൾ കുറച്ച് നടക്കാറുണ്ട്, രാവിലെയും വൈകുന്നേരമൊക്കെ ആണെങ്കിലും നടന്നു പോകണം. പക്ഷെ ഞാൻ എന്തോ കുഞ്ഞുനാൾ മുതൽ ശനിയാഴ്ച മാതാവിൻ്റെ നൊവേന ഞാൻ മുടക്കത്തില്ല. പ്രാർത്ഥനകളൊക്കെ എപ്പോഴും കൂട്ടായിരുന്നു. പിന്നെ എന്ത് വേണമെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്നുള്ളത് ഒരു ധൈര്യമായിരുന്നു, പ്രാർത്ഥിച്ച് നേടുക എന്നുള്ളത്. പക്ഷെ ദൈവത്തോട് കൂടുതൽ അടുത്തത് ഇങ്ങനെ പിന്നെയാണ് മനസ്സിലായത് ദൈവത്തിൻ്റെ പ്രവൃത്തികളാണെന്നുള്ളത്. പിന്നെ മാഡം ഹോമിയോപ്പതി വിഭാഗത്തിലല്ലേ? അതെ, അവിടെ. അപ്പോൾ അതിനുശേഷം പിന്നീടുള്ള അതും പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അന്ന് എൻട്രൻസ് ഒന്നും ഇല്ല. അപ്പം BSc കെമിസ്ട്രി ജോയിൻ ചെയ്തു. BSc കെമിസ്ട്രി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത വഴി എന്താണെന്നറിയത്തില്ല, എന്ത് ചെയ്യണം. MSc കെമിസ്ട്രിക്കൊന്നും പോകാൻ മാർക്കില്ലായിരുന്നു. പിന്നെ ഞാൻ മാമൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് കെട്ടിച്ച് വിടാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എൻട്രൻസ് വന്നത്. എൻട്രൻസ് വന്നപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചി ഒത്തിരി നിർബന്ധിച്ച് മാമൻ്റെ അടുത്ത് അവളൊരു വർഷം എൻട്രൻസ് എഴുതട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എൻട്രൻസ് എഴുതിയിട്ടും എനിക്ക് അന്ന് പേപ്പറിലെ ലിസ്റ്റ് വരത്തുള്ളൂ. അന്ന് നമ്മൾ പോയി നോക്കാനൊന്നും പോയില്ല, ലിസ്റ്റൊന്നും ഇല്ല. റിസൾട്ട് വന്നപ്പോൾ പത്രത്തിലില്ല. ഞങ്ങൾ പിന്നെ അവിടെ പോയി നോക്കാൻ പോയില്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കാൻ പോയില്ല. പിന്നെയും ഞാൻ വീട്ടിൽ കിടക്കും. അപ്പോഴത്തേക്ക് ചേച്ചിക്കൊരു ജോലിയൊക്കെ ആയിരുന്നു. ചേച്ചി പോവും, അനിയത്തി പഠിക്കാൻ പോവും, വീട്ടിലാരും കാണത്തില്ല, ഞാൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പം എനിക്ക് അന്ന് ആശ്രയം ദൈവമായിരുന്നു. അന്ന് എല്ലാ ജോലിയൊക്കെ തീർത്ത് വെച്ചിട്ട് പള്ളിയിൽ 12 മണിയൊക്കെ സമയത്ത് ഞാൻ 12ാമത്തെ സ്ഥലം കുരിശിൻ്റെ വഴി ചൊല്ലുമായിരിക്കും. കൈ പിരിച്ചിരുന്ന് ഞാൻ പറയും, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു വഴി നീ ഒരുക്കി തരണേന്ന്. എൻട്രൻസിന് കിട്ടിയില്ല. അപ്പം ഭയങ്കര മാനസിക തകർന്നു പോയി നമ്മൾ. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പം എനിക്കൊരു ലെറ്റർ വന്ന് അതിലെനിക്ക് BHMSന് അഡ്മിഷൻ ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൽ, ഹോമിയോ മെഡിക്കൽ കോളേജിൽ. അന്ന് ഞാൻ പോയി അഡ്മിഷൻ എടുത്ത് പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായിരുന്നു അത്. അവിടെ ചെന്ന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് അറിയുന്നത് ഞാൻ ലാറ്റിൻ കാത്തലിക് റിസർവേഷനാണ് ജോയിൻ ചെയ്തത്. അപ്പം ലാറ്റിൻ കാത്തലിക് ഒരു കുട്ടി പെട്ടെന്ന് ആകസ്മികമായിട്ട് മരണപ്പെട്ടു. അതിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിൽ എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് ലാറ്റിൻ കാത്തലിക്കിനെ എന്നെ മാഡത്തിന് പിന്നീട് അവിടെ കിട്ടുന്നത്. മാഡത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളപ്പോൾ ജീവിതത്തിൽ ക്യാൻസർ പോലെ മാരകമായൊരു അസുഖം പല ആവർത്തി വന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ മാഡം? എനിക്ക് ക്യാൻസറിനേക്കാളും മുമ്പ് SLE എന്ന രോഗം ഉണ്ടായിരുന്നു. 2008 ഡയഗ്നോസ് ചെയ്ത്. അതിന് വേണ്ടി കുറച്ച് സ്റ്റീറോയിഡ് കഴിച്ചതിൻ്റെ പേരിൽ കുറേ സൈഡ് എഫക്ട്സ് 3 വർഷം സ്റ്റീറോയിഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മോൻ്റെ പാൽ കൂടി പെട്ടെന്ന് നിർത്തി, മലേറിയ വന്നിട്ട്. അതിനുശേഷം ബ്രസ്റ്റിലൊരു മുഴയുണ്ടായിരുന്നു. അത് ഞാൻ കൊണ്ട് 2-3 വർഷം എൻ്റെ അറിയാവുന്ന ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചപ്പം പേടിക്കണ്ട, അത് പെട്ടെന്ന് പാൽ കൂടി നിർത്തിയതുകൊണ്ട് വന്നതാണെന്ന് വിചാരിച്ചു. 2020 ഞങ്ങളിങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോഴും ചുമ്മാ ഡിസ്കസ് ചെയ്യും. മക്കൾ പറയും അമ്മ കൊണ്ട് കാണിക്കുന്നത്, ഞാൻ കാണിക്കത്തില്ല. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് 2021 മാർച്ചിൽ കോളേജിലൊരു പ്രോഗ്രാമിന് പോകേണ്ടി വന്നു. ഉച്ചയ്ക്ക് ബ്രേക്ക് കിട്ടി, പോയി കാണിച്ചപ്പം ആ മുഴ വലിയ ക്യാൻസറസ് മുഴയാണെന്ന് കണ്ടുപിടിച്ചു. അതെ, ട്രീറ്റ്മെൻറ്റൊക്കെ അവിടെ കണ്ടുപിടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ എല്ലാ ഡോക്ടേഴ്സും എൻ്റെ കൊളീഗ്സ് തന്നെയാണ് അവിടെ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് സർജനെ കൊണ്ട്
സർജറി ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ അറിയാതെ ഈ FNAC ചെയ്ത ഡോക്ടർ ഹില്ല തന്നെ പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു. ഹസ്ബൻഡ് പിറ്റേ ദിവസം സർജറിക്കെല്ലാം ഒരുക്കിയ സമയത്ത് ഞാനും മോളും കൂടെ പോയി അഡ്മിഷൻ എടുക്കാൻ പോയപ്പം റൂമില്ല. അത് ചുമ്മാ എൻ്റെ ഫ്രണ്ടായ ഒരു MS-ൻ്റെ റൂമിൽ പോയി ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു പോയി. അപ്പോൾ സാറ് പറഞ്ഞ് വാട്ട് നോൺസെൻസ് യു ആർ ഡൺ, നീ എന്തിനാ സർജനെ കാണിച്ചത്, ഇത് ഓങ്കോളജിസ്റ്റിനെ കാണിക്കണ്ടല്ലേ എന്ന്. ദൈവം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതാണ് നമുക്ക് നമ്മുടെ ചുറ്റിൽ മാലാഖമാരുണ്ടെന്നുള്ളത്. അപ്പം അതൊരു നിമിത്തമായിരുന്നു. കാരണം MS-നെ കാണാൻ പോയത്, റൂം കിട്ടാൻ ലേറ്റായതും MS-നെ കാണാൻ പോയതും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ഇതൊരു ഓങ്കോ കേസാണ്, നീ ഓങ്കോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ ആ ഓങ്കോളജിസ്റ്റ് പുതിയതായിട്ട് വന്ന ആളാണ്, എനിക്ക് വലിയ പരിചയമില്ല, അപ്പം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു തന്നു. അത് പോയി കണ്ടപ്പം സാർ ആദ്യം പറഞ്ഞ് PET സ്കാൻ ചെയ്യാനായിരുന്നു. PET സ്കാൻ ചെയ്തപ്പം എനിക്ക് കിഡ്നിയിൽ ക്യാൻസർ, ബോൺ മാരോയിൽ ക്യാൻസർ. അപ്പം ഈ സർജൻ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിൽ ബ്രസ്റ്റ് സർജറി മാത്രം ആയിരുന്നു, ബ്രസ്റ്റ് എടുത്ത് കളയാൻ വേണ്ടി മാത്രമായിരുന്നു. നമ്മുടെ ഈ ഉള്ളിലുള്ള പ്രോഗ്രസീവ് സ്റ്റേജിൽ ഇരുന്ന ക്യാൻസർ അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മളെ എവിടെ കൂടെ ദൈവം നയിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പദ്ധതിയുണ്ട്, അതുവഴിയാണ് അത് നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു വചനമാണ് ജെറമ്യ 29:11. അതെന്തിനുകൊണ്ട് നമുക്ക് റൂം ലേറ്റ് ആക്കി, എനിക്ക് നേരത്തെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അവിടെയുള്ള ആളായിട്ട് പോലും വീണ്ടും റൂം ലേറ്റ് ആയതും പിന്നെ അടുത്ത റൂമിൽ പോയി ഡോക്ടർ ഉദയമാനെ കാണാൻ പോയതും ഇതെല്ലാം പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി പറ്റി ആലോചിക്കുമ്പോൾ ഈ വചനങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുന്നതുകൊണ്ടായിരിക്കാം ദൈവം തന്നെ നമുക്ക് ഒരുക്കി തന്നത്. പിന്നെ ഭൂമിയിലെ മാലാഖയിൽ ഒരാളാണ് ഈ ഡോക്ടർ രോഹം കെട്ടി, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. മനുഷ്യനായിട്ടിരുന്ന ഡോക്ടർ, അയാളൊരു ഭൂമിയിൽ ഇറങ്ങി വന്ന മാലാഖ എന്ന് മാത്രമേ പറയത്തുള്ളൂ. അത്രയും നല്ല ഡോക്ടറിനെ എനിക്ക് തരാനും, ഒരു അനിയത്തിയെ പോലെയാണോ ഒരു ചേച്ചിയെ പോലെയാണോ എങ്ങനെ സ്നേഹിച്ചെന്നറിയത്തില്ല. ത്രൂ ഔട്ട് ദ ട്രീറ്റ്മെൻറ്റ് പുള്ളിക്കാരൻ്റെ ഒരു ധൈര്യവും സ്നേഹവും മരുന്നിൻ്റെ കൂടത്തിൽ. എന്നാൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് ക്യാൻസർ എന്ന് പറഞ്ഞു നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് ഒന്നല്ല രണ്ടിടത്ത് കൂടി എന്ന് പറയുന്നു. പക്ഷെ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്, അത് എങ്ങനെയായിരുന്നു ആ സമയം? ഞാൻ ഭർത്താവ് മരിച്ച കാര്യമൊക്കെ പറയാം, പക്ഷെ ഇതൊക്കെ ഞാൻ പറയട്ടെ, സാമ്പത്തികമായിട്ട് വലിയ എൻ്റെ ഒറ്റ ശമ്പളം കൊണ്ടാണ് മക്കളെയൊക്കെ പഠിപ്പിക്കുന്നത്, അതൊക്കെ ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് ഈ PET സ്കാൻ ചെയ്യാൻ പറഞ്ഞു ഈ ഡോക്ടർ. PET സ്കാൻ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് 25,000 റുപ്പീസ് വേണം. എൻ്റെ പഴയ പഠിച്ചു പോയൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, എൻ്റെ എപ്പോഴും ഭയങ്കര ഈ പ്രാർത്ഥന ജീവിതത്തെ പറ്റിയും അവന് നല്ല പ്രാർത്ഥിക്കുന്ന പയ്യനായിരുന്നു. അപ്പോൾ എൻ്റെ മോളെ പെട്ടെന്ന് വിളിച്ചിങ്ങനെ പറഞ്ഞ് റെൻസങ്ങളെ അമ്മയ്ക്ക് ഇതാണെന്ന്. ഉടനെ അമ്മ പൈസ മോളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത് PET സ്കാൻ ചെയ്യാനുള്ള പൈസ നമുക്ക്. അതുപോലെ ഞാൻ പറയുന്ന വേറൊരു വചനമാണ് ഫിലിപ്പീൻസ് 4:19, ദൈവം തൻ്റെ സമ്പന്നതയിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി തരുന്നുള്ളത്. അതുകൊണ്ട് ഇത് ഫസ്റ്റ് കിട്ടിയ ഒരു ഇതാണ്. അപ്പം മോള് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് അങ്കിളെ അമ്മയുടെ പ്രോഗ്നോസിസ് ഇസ് വെരി ബാഡ്, നല്ലതല്ല എന്ന്. അപ്പം അവൻ പറഞ്ഞത് സ്കാനിന് ശേഷം തമ്പുരാനല്ലേ തീരുമാനിക്കുന്നത്. അപ്പം ഒത്തിരി പ്രേയർ ഗ്രൂപ്പുകാരുണ്ട്, പിന്നെ നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇഷ്ടംപോലെ സിസ്റ്റേഴ്സ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിപ്പിച്ച സിസ്റ്റേഴ്സൊക്കെ ഭയങ്കരമായിട്ട് സ്പെഷ്യൽ പ്രെയർ പറയുന്ന ആൾക്കാരാണ് എൻ്റെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും. അപ്പോൾ എനിക്കും ഈ പ്രെയർ ഗ്രൂപ്പിൽ എൻ്റെ മോളുടെ പ്രായമുള്ളൊരു കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞ്, മാഡം നമ്മൾ എന്തൊക്കെ അധരം കൊണ്ട് ഏറ്റു പറയുന്നോ അതേ സംഭവിക്കത്തുള്ളൂ. അത് പറഞ്ഞിരിക്കുന്ന പ്രോവേർബ്സ് സുഭാഷിതങ്ങൾ 18:21. അപ്പം കുറേ വചനങ്ങൾ ഇങ്ങനെ പലരും ഇങ്ങനെ ഇട്ട് തരും എനിക്ക്. അപ്പം ഒരിക്കലും എനിക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ മൈ ഗോഡ് ഈസ് മോർ പവർഫുൾ ദാൻ മൈ ട്യൂമർ ഇൻ മൈ ബോഡി. അതിങ്ങനെ ഉദ്ഘോഷിച്ചു. ആര് ചോദിച്ചാലും ഹൗ ആർ ഇറ്റ്, ഐ ആം ഹീൽഡ്. പിന്നെ അപ്പോൾ ആ ഒരു അസുഖത്തിനെ പറ്റിയല്ല, അപ്പോൾ അതിന് ദൈവത്തെ പറ്റിയാണ് കൂടുതലും ചിന്തിച്ചത്. ആ ഒരു SLE വന്ന സമയത്താണെങ്കിലും എൻ്റെ ബ്രദർ 2008 ആ സമയത്ത് 2008 ആ SLE സമയത്താണെങ്കിലും എല്ലാ എല്ലുകളും പൊടിഞ്ഞു കിടക്കുമ്പോൾ എൻ്റെ ബ്രദർ SRM മിനിസ്ട്രിയിലുണ്ടായിരുന്നത്. ബ്രദറാണ് എനിക്ക് ഈ വചനത്തെ പറ്റിയുള്ള ശക്തി പറഞ്ഞിരുന്നത്. അവനെപ്പോഴും പറയും എസെക്കിയേൽ പ്രവാചനം 37 അസ്ഥികളുടെ താഴ്വര വായിക്കണം എന്ന്. അതൊരു 5-6 പ്രാവശ്യം വായിച്ചിട്ടേ കിടന്നുറങ്ങാവുള്ളൂ. എങ്ങനെ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അസ്ഥികളെല്ലാം പൊട്ടിക്കിടക്കുവാണ്, എൻ്റെ പൊക്കമൊക്കെ കുറഞ്ഞു വരുവാണ്, സ്റ്റീറോയിഡ്സിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങളാണ്. പക്ഷെ അതുപോലെ ഇതിൽ 38 എസെക്കിയേൽ പ്രവാചകൻ്റെ ജീവിതം എടുക്കുന്ന പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിച്ചു, അപ്പം വിശ്വസത്തോടെ ജീവിച്ചിട്ട് എൻ്റെ ആയുസ് ഉയർത്തി തരണേന്ന്.
എനിക്ക് ഡയഗ്നോസ് ചെയ്തപ്പോഴും എനിക്ക് ഒരു തുള്ളി കണ്ണീര് വന്നില്ല. ഈ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ മക്കളാണെങ്കിലും ഭയങ്കരമായിട്ട് ധൈര്യം എടുക്കുന്ന ആൾക്കാരാണ്. മോളാണെങ്കിലും ഞാൻ അറിയാതെ കരയും, പക്ഷെ അമ്മക്കുട്ടി ഒന്നുമല്ല എന്ന് പറയുന്നത്. ഞാനാണെങ്കിലും പോയിട്ട് കർത്താവിനെ ചോദിച്ചു, കർത്താവേ മക്കൾക്ക് അപ്പനില്ലെന്ന് നിനക്കറിയാം, ബാക്കി നീ നോക്കിക്കോ. ഞാനും അപ്പനും അമ്മ ഇല്ലാതെ ജീവിച്ച ആളാണ്, എൻ്റെ വിഷമം എനിക്കറിയാം. പക്ഷെ ഞാൻ ഉറങ്ങുമ്പം എൻ്റെ ഈ പ്രിയപ്പെട്ട പുസ്തകമാണ് രോഗികളുടെ നാഥൻ എന്നുള്ള ബുക്ക്. ഫസ്റ്റ് പേജിൽ എസെക്കിയേൽ പറഞ്ഞ ആ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്, യെശയ്യാ പ്രവചനത്തിൻ്റെ 38-ാമത് വായിച്ച്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഭിത്തിയോട് ഞാൻ പറയും, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് വേണ്ടി പ്രവർത്തിച്ചെന്നുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞ് ധൈര്യം എടുത്തെടുത്ത് 6 കീമോ സൈക്കിൾ പറഞ്ഞു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. 6 കീമോ സൈക്കിളിൽ 5 ദിവസം അഡ്മിറ്റ് ആകണം. 5 ദിവസം അഡ്മിറ്റ് ആകുന്ന സമയം കൊണ്ട് എവറി 25 ഡേയ്സ് 25 ദിവസം കൂടുമ്പോൾ അഡ്മിറ്റ് ആകണം. അപ്പം ഞാൻ ഓരോ പ്രാവശ്യവും ഹീലിംഗ് വചനങ്ങൾ 1000 പ്രാവശ്യം എഴുതുമായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ ആയിരുന്ന വീട്ടിൽ വന്നതിന് ശേഷം ബിഫോർ ദ നെക്സ്റ്റ് കീമോയ്ക്ക് മുന്നേ ഞാൻ 1000 പ്രാവശ്യം വചനം എഴുതും. സ്റ്റാർട്ടിങ് ഫ്രം സങ്കീർത്തനം 103:20 കർത്താവ് എൻ്റെ വചനം അയച്ച് എന്നെ സുഖപ്പെടുത്തി. അതാണ് ആദ്യം എഴുതി തുടങ്ങിയത്. എഴുതി തുടങ്ങിയിട്ട് ഞാൻ പോവും. എൻ്റെ മക്കൾ തലേദിവസം എല്ലാം കീമോ പോട്ടൊക്കെ ഇട്ടേക്കുമായിരുന്നു. നമുക്ക് വെള്ളം നനയ്ക്കാനൊന്നും പറ്റില്ല, എല്ലാം അടുക്കി വയ്ക്കും. ഞാൻ നല്ല കൂളായിട്ട് പോകുമ്പം മക്കൾ പറയും, അമ്മ റിസോർട്ടിൽ പോകുന്ന സന്തോഷത്തോടെ പോകുന്നതെന്ന്. ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ, കാരണം മക്കളുടെ മുമ്പിൽ എനിക്ക് കരയാൻ പറ്റത്തില്ല, ഞാൻ ധൈര്യം എടുക്കണം. പിന്നെ എന്തോ ഒരു അവരുടെ മുമ്പിൽ ഞാൻ കരയത്തില്ല, അവരെൻ്റെ മുമ്പിൽ കരയത്തില്ല. അപ്പോഴ് എന്തോ ഒരു ധൈര്യം ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ഒരു ശക്തി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എന്നെ കൊണ്ടുപോയി 6 കീമോ സൈക്കിളും എവിടെ നിന്ന് കാശ് കിട്ടുമെന്ന് അറിയത്തില്ല. പണ്ട് എൻ്റെ ഇവിടെ ഫ്രണ്ട്സായിരുന്ന കുറേ നഴ്സിംഗ് സ്റ്റുഡൻസ് അയർലൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഉണ്ട്. അവരൊക്കെ ആയിരുന്നു എനിക്ക് സാമ്പത്തികമായിട്ട് ഓരോ കീമയ്ക്ക് മുമ്പും എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ആൾക്കാരായിട്ട് നിന്ന്. ദുബായിലൊരു ബ്രദറുണ്ട്, ഏറ്റവും ഇളയ ബ്രദർ, അവൻ കുറച്ച് കാശൊക്കെ അയച്ചു തന്നു. ഇവിടെയുള്ള ബ്രദറാണെങ്കിലും എൻ്റെ ബ്രസ്റ്റ് സർജറിക്ക് ഭാര്യയും ഭർത്താവും കൂടെ വന്ന് മോക്കൊരു സപ്പോർട്ടായിട്ട് നിന്ന്. ഈ ഫിലിപ്പീൻസ് 4:19 ഞാൻ മക്കൾക്കും പറയും ഞാനും പറയും, ഓരോ കീമയ്ക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ വരും. അതുപോലെ ഏലിയാക്കി കാക്കയെ കൊണ്ട് ഫുഡ് കൊടുത്ത ദൈവം. മക്കൾക്ക് 2 കുക്കിംഗ് അറിയത്തില്ല, സമയമില്ല. രാവിലത്തെ ഒരാൾ ടെൻഡർ എടുക്കും, ഞാൻ തരാം ഈ പ്രാവശ്യം അഡ്മിറ്റ് ആകുമ്പം, ഞാൻ തരാം ഈ പ്രാവശ്യം. അങ്ങനെ നമുക്കുള്ള മംഗലാപുരത്തുള്ള ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് ഫുഡ് ടൈമിന് എനിക്ക് എൻ്റെ ബെഡിലെത്തുമായിരുന്നു. അപ്പം എല്ലാം ദൈവം അറിഞ്ഞ് ചെയ്യുന്നുള്ളത് മാത്രം. ആരും വിചാരിച്ചില്ല ഞാൻ ഇതിനെല്ലാം അതിജീവിച്ച് വരുമെന്ന്. 6 കീമോ ഓരോ പ്രാവശ്യവും പ്ലേറ്റ്ലെറ്റ് കൊണ്ട് കുറയും. ഓരോ പ്രാവശ്യം പ്രയാസങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പ്ലേറ്റ്ലെറ്റ് കൊണ്ട് കുറഞ്ഞു പോയിട്ട് ഭയങ്കര സീരിയസ് ആയി. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. അവസാനം തീരെ വയ്യാതായി തലയിറങ്ങി വീണപ്പം മോൻ്റെ ഫ്രണ്ടും കൂടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അന്ന് ഭയങ്കര കുറച്ച് സീരിയസ് ആയി. അത് കാരണം വായിൽ എനിക്ക് വരുന്ന സൈഡ് എഫക്ട്സ് വേറെ ഒന്നും വരത്തില്ല, വായിൽ മ്യൂക്കോസൈറ്റിസ് വരുമായിരുന്നു. അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, ഈ സ്ട്രോ ഇട്ടൊക്കെയായിരിക്കും കുടിക്കുന്നത്. പക്ഷെ ഞാൻ പറയില്ല, ഈ ഓരോ പ്രാവശ്യവും വചനം എഴുതുന്നതിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ അതെല്ലാം നമുക്ക് ബലം തന്നു. എനിക്ക് ക്യാൻസർ വാർഡിൽ കിടക്കുമ്പം ഫാദർ സോജൻ എന്നൊരു ബ്ലഡ് ക്യാൻസറിൻ്റെ ഫാദർ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ആ അച്ഛന് ഭയങ്കര സൈഡ് എഫക്ട്സ്. അപ്പോൾ ഞാൻ പോയി കാണുമ്പോൾ അച്ഛൻ പറയും, നമുക്ക് 1000-ങ്ങളെയും 10,000-ങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം ഇതുപോലെ സഫർ ചെയ്യുന്ന ഓരോരുത്തരെയും കരച്ചിൽ കാണുമ്പോൾ ഞാൻ എനിക്ക് ഇത്രയും സങ്കടങ്ങളൊന്നും ഇല്ല, സഹിക്കാൻ പറ്റുന്നതാണ് ഉള്ളത്. കീമോയുടെ സങ്കടങ്ങൾ കൊണ്ട്. പിന്നെ എൻ്റെ മോൻ്റെ ഒരു ഫ്രണ്ട് നല്ല പ്രാർത്ഥിക്കുന്നൊരു കുട്ടിയാണ്. അവനും കൂടെ കീമോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വന്ന് വിശ്വാസപ്രമാണം പറയും. അതുപോലെ തന്നെ ഈ കൃപാസനത്തിൽ ഉപ്പ് കാണും, ഉപ്പിടും. പിന്നെ ഞാൻ പറയുന്നത് കീമോ അല്ല പോകുന്നത്, ഇത് ദൈവത്തിൻ്റെ രക്തമാണ് എൻ്റെ ഉള്ളിൽ പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ചോദിക്കും, നീ എങ്ങനെ ഇത്രയും ചിരിച്ചുകൊണ്ട് കിടക്കുന്നതെന്ന് ചോദിക്കും. ഞാനൊരു രീതിയിലൊക്കെ ട്രബിൾ കൊത്തെ. പക്ഷെ ഞാൻ പറയുന്നില്ലേ, ഐ ഓൾവേസ് സേ that God is more powerful than the tumor in my body. I am healed by the precious blood of Jesus. I am healed by the wound of Jesus. 1 Peter 2:24 ഒക്കെ ഇങ്ങനെ
ക്ലെയിം ചെയ്ത് പറയും. ആശുപത്രിയിലാണെങ്കിലും അത് പറഞ്ഞുകൊണ്ടിരിക്കും. ആര് വന്നാലും അയ്യോ എന്ന് പറയുമ്പോൾ സമ്മതിക്കത്തില്ല. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ഈ ക്യാൻസർ വന്ന സമയത്ത് നമുക്ക് കോളേജിൽ പോകണ്ട, ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. അപ്പം ആ സമയത്ത് മംഗലാപുരത്ത് അപ്പം നമുക്ക് എങ്ങനെ ദൈവം ഒരുക്കി തരുന്ന എനിക്കറിയത്തില്ല. കോളേജിൽ പോണ്ടാത്ത സമയത്ത് അതെ, ഈ കോവിഡ് വന്ന ആ ഒരു സമയം കൂടിയായിരുന്നു 2021. അപ്പം പിള്ളേർക്കെല്ലാം ലീവ് കൊടുത്ത് വിട്ടു. അപ്പം നമുക്ക് വീട്ടിൽ ഇരുന്ന് ഓൺലൈൻ ക്ലാസ് എടുത്താൽ മതി. അപ്പം പിന്നെ ഇത്രയും വർഷം ജോലി ചെയ്തുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റ് തന്ന് മാസത്തിലൊരിക്കൽ പോയി സൈൻ ചെയ്താൽ മതി. പോയി സൈൻ ചെയ്യണം, കാരണം ശമ്പളം കിട്ടണമല്ലോ. അപ്പം അവിടെ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു, ഒരൊന്നിനും കുറവ് വന്നില്ല. അപ്പം ഞാൻ പറയാം, ഈ സഹനങ്ങൾ തന്നെങ്കിലും കർത്താവിന്റെ ചീച്ചുകളിൽ കൂടെ കൊണ്ടുപോയാലും നമ്മളെ ദുഃഖത്തിന്റെ പാനപാത്രമുള്ള പാട്ടിനൊക്കെ ഭയങ്കര അർത്ഥം വരുന്ന ഒരു പ്രാർത്ഥനയായിപ്പോയി. അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ ചിരിച്ചോണ്ട് നേരിടുമ്പം ആരെങ്കിലും അടുത്ത് ഹൗ ആർ യു ഞാൻ ചോദിക്കില്ലെന്ന് പറയും. ഹൗ ആർ യു ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ അസുഖത്തെ പറ്റി. സോ യു സേ ദാറ്റ് യു ആർ ഡൂയിങ് ഗുഡ്. നോ, ഐ എം ഗുഡ്. ഞാൻ എപ്പോഴും അതേ പറയത്തില്ല, ഐ എം ഗുഡ്. അപ്പം അതുപോലെ നമ്മൾ ആ ദൈവത്തിൻ്റെ ഒരു ശക്തി ഉള്ളിൽ വന്നുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പോഴും ചിരിച്ചുകൊണ്ട് എല്ലാം നേരിടുന്നത്. അതുപോലെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ഫോളോ അപ്പ് അത് എപ്പോഴേക്കും അതൊന്ന് മാറി. അതെ, ഞാൻ പറയാം, ജീവിക്കുന്ന കുറേ മാലാഖമാരുണ്ട്, മനുഷ്യരെന്ന് പറഞ്ഞ മാലാഖമാർ. എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, ഞാനും മനുഷ്യർക്ക് എപ്പോഴെങ്കിലും ആളെ എൻ്റെ അടുത്ത് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ എൻ്റെ ഭർത്താവ് അതുപോലെയായിരുന്നു, ഇല്ലെങ്കിൽ ഉള്ളതെടുത്ത് കൊടുക്കും. അതോ ഞാൻ മക്കളടുത്ത് പറഞ്ഞതാണ്, നമ്മുടെ മുമ്പിൽ ഒരു ആവശ്യമായിട്ട് ഒരാൾ വന്നാൽ നമുക്കുള്ളതുപോലെ സഹായിക്കണം. ആളായിട്ടോ പൈസ ആയിട്ടോ കൂടുതലൊന്നും ഇല്ലെങ്കിലും ഉള്ളതുപോലെ സഹായിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ദൈവം അതിൻ്റെ ഇരട്ടിയായിട്ട് എപ്പോഴെങ്കിലും ആവശ്യമുള്ള സമയത്ത് തരും. എനിക്കെപ്പോഴും ഞാൻ നന്ദി പറയും. എനിക്ക് ബസ് മിസ്സായി, അപ്പം ഞാൻ ബസ് മിസ്സായി, എൻ്റെ കാറ് ആരും ഇല്ല, പക്ഷെ അപ്പോഴത്തേക്ക് ഒരു കാറ് വരും. അപ്പോഴും ഞാൻ അപ്പം ഞാൻ പറയും, കർത്താവിൻ്റെ ദൂതർ ദൈവത്തിൻ്റെ പുത്രൻ്റെ മുമ്പിൽ എപ്പോഴും പാളയം പഠിച്ച് അവരെ സംരക്ഷിക്കുന്നു പറഞ്ഞ പോലെ. പിന്നെ സംഗീതനം 91, 121 അതൊക്കെ ഞാനിങ്ങനെ മക്കളെ, സംഗീതം 23 മക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനും സ്ഥിരം ചൊല്ലും. അപ്പം അതൊക്കെ നമ്മുടെ ആ പ്രൊട്ടക്ഷൻ, അതൊക്കെ നമുക്ക് ആ സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നുള്ള ഒരു ഇത് ഭയങ്കര വിശ്വാസമുണ്ട് എനിക്ക്. ഒന്നിലും സങ്കടമില്ല. കാരണം ആരെങ്കിലും വന്നിട്ട് സങ്കടം പറയുമ്പോൾ ഞാൻ പറയും, എന്തിനു സങ്കടപ്പെടുന്നു? ബൈബിളിൽ 365 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, നീ ഭയപ്പെടേണ്ട. അപ്പോൾ ഓരോ ദിവസത്തേക്കുള്ളതാണ്. രാവിലെ എഴുതിയപ്പോൾ നമ്മൾ സമർപ്പിച്ചിട്ട് പറയുക, നീ ഭയപ്പെടേണ്ട, നീ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭയപ്പെടുന്നില്ല. അപ്പം അതുപോലെ നമ്മൾ ജീവിതത്തെ നേരിടുക. പിന്നെ ആ സഹിക്കുന്നതിലേക്കാളും കൂടുതൽ ദൈവം നമുക്ക് തരത്തില്ലെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇപ്പം അതുപോലെ നമുക്ക് കഴിയുന്നത് പറഞ്ഞ പോലെ അബ്രഹാത്തിൻ്റെ കാര്യം, അത് മോനെയും കൊണ്ട് പോകുമ്പോഴും മനസ്സ് വിഷമിക്കുക. മോൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ ബലി കൊടുക്കാനുള്ള സാധനം എന്ത് ചെയ്യുന്നു? അപ്പം അബ്രഹാം പറഞ്ഞു, ദൈവം തരും. അപ്പം ഞാൻ പറഞ്ഞു, ദൈവം തരും, പക്ഷെ അതിനൊരു സമയമുണ്ട്. ദെയർ ഇസ് എ ടൈം ഫോർ എവരിത്തിങ്. നമ്മൾ ആ സമയം വരെ കാത്തിരിക്കുക. ഡോക്ടറുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്ത അധ്യായത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. അതുവരെയും പ്രാർത്ഥനയിലായിരിക്കും.